ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. സ്നേഹനിധിയായ ഒരു പിതാവ് തന്റെ മക്കൾക്കു വേണ്ടി ഒരു നിധിശേഖരമുണ്ടാക്കാൻ തീരുമാനിച്ചു. ഇതിനായി തന്റെ സമ്പാദ്യത്തിലെ ഒരു വലിയ ഓഹരി ദീർഘകാലം അദ്ദേഹം ഒരു പെട്ടിയിൽ ശേഖരിച്ചുകൊണ്ടിരുന്നു. മരണാസന്നനായ പിതാവ് മക്കളോട് പറഞ്ഞു, നിങ്ങൾക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം ഞാൻ ഉറങ്ങുന്ന കട്ടിലിനടിയിൽ ഒരു പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതുപയോഗിച്ച് സ്വസ്ഥമായി ജീവിക്കുക. മക്കൾ മണ്ണ് മാറ്റി പെട്ടി തുറന്നു. അവർ ഞെട്ടിപ്പോയി. നോട്ടുകെട്ടുകൾ ചിതലരിച്ചിരിക്കുന്നു. വർഷങ്ങളുടെ സമ്പാദ്യത്തിനു പകരം അല്പം ചിതൽപുറ്റും പാതി തിന്നു തീർത്ത കുറെ കറൻസികളും. കുടത്തിൽ വീണ ഒരു കൊച്ചു സുഷിരം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. വെറും ഒരു കുഞ്ഞു സുഷിരം. അതാണ് ഈ സ്ഥിതിക്ക് കാരണം. അതുവഴിയാണ് ചിതൽപ്പുഴു കയറിയത്. സുഹൃത്തെ, ഒരിക്കൽ പോലും ഈ പെട്ടി പരിശോധിക്കാതിരുന്ന പിതാവിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? മതകാര്യത്തിൽ നാം പലപ്പോഴും ഇങ്ങനെയല്ലേ? സ്വന്തം മതവീക്ഷണങ്ങൾ, പ്രമാണങ്ങൾ മുന്നിൽ വെച്ച് നാം പഠിക്കാറുണ്ടോ? ഈ കഥയിലെ പിതാവിന് വന്ന അവസ്ഥ പരലോകത്ത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്നുണ്ട്. അതെ, സത്യമാർഗത്തിൽ ജീവിക്കുന്നു എന്ന് വിചാരിക്കുകയും എന്നാൽ വിചാരണവേദിയിൽ വെച്ച് വിപുലമായ അധ്വാനത്തെക്കുറിച്ച് വിലപിക്കുകയും ചെയ്യുന്ന സാഹചര്യം വരാനുണ്ട്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാലാ الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. പറയുക, തങ്ങളുടെ കർമ്മങ്ങൾ തീർത്തും നഷ്ടപ്പെട്ടവരായി മാറിയവരാരെന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെയോ? ഇഹലോക ജീവിതത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ പിഴച്ചുപോയവരാണവർ. അതോടൊപ്പം തങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് കരുതുന്നവരും. സുഹൃത്തെ, ഈ ഗണത്തിൽ പെടുന്നില്ലെന്ന് താങ്കൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? മതത്തിന്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ, വിശ്വാസനിഷേധം, കപടവിശ്വാസം, ശിർക്ക്, പുത്തൻ ചര്യകൾ തുടങ്ങിയ തിന്മകൾ അനശ്വരനഷ്ടം സമ്മാനിക്കുന്ന അപകടങ്ങളിൽ നമ്മെ അകപ്പെടുത്തും. അതെ, അറിവില്ലായ്മയുടെ സൂക്ഷ്മ സുഷിരങ്ങൾ ഒരിക്കലും നനയ്ക്കാത്ത നാശത്തിൽ മനുഷ്യനെ എത്തിക്കും. ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار. ഞങ്ങളുടെ രക്ഷിതാവേ, നീ വല്ലവനെയും നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ അവനെ നിന്ദ്യനാക്കിക്കഴിഞ്ഞു. അക്രമികൾക്ക് സഹായികളായി ആരുമില്ല താനും. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 192-ാം വചനം. അതിനാൽ മതം അതിന്റെ പ്രമാണങ്ങളിൽ നിന്ന് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കണം. ഞാൻ മനസ്സിലാക്കിയതിന് അപ്പുറം ശരികളില്ലെന്ന മുൻധാരണകൾ പുനഃപരിശോധന ഇല്ലാതാക്കും. സത്യാന്വേഷണ കവാടങ്ങൾ കൊട്ടിയടയ്ക്കും. ഫലമോ നന്മയ്ക്കു വേണ്ടി ജീവിക്കുന്നു എന്ന് വിചാരിക്കുകയും തെറ്റായ വഴിയിൽ സഞ്ചരിച്ച് നരകാഗ്നിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യും. وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير. അവർ കേണുകൊണ്ടിരിക്കും, ഞങ്ങൾ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ജ്വലിക്കുന്ന നരകാഗ്നിയുടെ അവകാശികളുടെ കൂട്ടത്തിലാകുമായിരുന്നില്ല എന്നും അവർ പറയും. അങ്ങനെ അവർ തങ്ങളുടെ കുറ്റം ഏറ്റുപറയും. അപ്പോൾ നരകാഗ്നിയുടെ ആൾക്കാർക്ക് ശാപം. വിശുദ്ധ ഖുർആൻ 67-ാം അധ്യായം 10,
11 വചനങ്ങൾ. എങ്കിൽ എനിക്ക് ഏതെങ്കിലും വിഷയത്തിൽ പിഴവ് വന്നിട്ടുണ്ടോ എന്ന് എപ്പോഴെങ്കിലും താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? സുഹൃത്തെ, ഒരിക്കലും പിഴവ് വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്ന പലർക്കും ചില കാര്യങ്ങൾ പഠനവിധേയമാക്കുമ്പോൾ തനിക്ക് സംഭവിച്ച അബദ്ധം ഗ്രഹിക്കുവാനാവും. നമ്മുടെ സമൂഹത്തിൽ ഈമാൻ കാര്യങ്ങളിൽ പോലും പിഴച്ചവരില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുന്നതിൽ അബദ്ധം സംഭവിച്ചവർ ഇല്ലേ? ഈ വിഷയത്തിലെ പിഴവ് പ്രവാചകത്വ നിഷേധവും കള്ളപ്രവാചകത്വവാദവും പ്രവാചകത്വം അംഗീകരിക്കുകയും എന്നാൽ നബിവചനങ്ങൾ നിരാകരിക്കലും മാത്രമല്ല, മറിച്ച് ഹദീസ് പ്രമാണമായി അംഗീകരിക്കുന്നവർക്ക് തന്നെ സംഭവിക്കുന്ന പല പിഴവുകളുമുണ്ട്. അതുവഴി അവർക്ക് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവാക്യങ്ങളിൽ തന്നെ പിഴയ്ക്കുകയും ചെയ്തിരിക്കുന്നു. സാക്ഷ്യമൊഴികളിലെ പിഴവ് നമ്മെ നയിക്കുന്നത് നരകത്തിലേക്കാണ്. ചില പിഴവുകൾ നമുക്ക് അപഗ്രഥിക്കാം. ചിലർക്ക് പ്രവാചക വചനങ്ങൾ കാണുമ്പോൾ ഒരു പുച്ഛ മനസ്സാണ്. ഇതൊന്നും ഹദീസായാലും ഇല്ലെങ്കിലും സ്വീകരിക്കാൻ വയ്യ എന്ന ഒരു പ്രത്യേക മനസ്സ്. ബുദ്ധിക്ക് എതിരാണ് എന്ന പേരിൽ ഹദീസുകൾ മാറ്റിവെക്കുന്നവരുമുണ്ട്. പ്രവാചക വചനങ്ങളെ പരിഹസിക്കുന്നവരും ധാരാളമുണ്ട്. ഇതൊന്നും നബി തിരുമേനി പറയില്ല എന്ന ചിന്തയാണ് ചിലരെ ഇപ്രകാരം പറയിപ്പിക്കുന്നത്. നിദാനശാസ്ത്രത്തിലെ ചില നിയമങ്ങൾ മനസ്സിലാക്കുന്നതിൽ സംഭവിച്ച പിഴവ് കാരണം ഹദീസിനെ സംരക്ഷിക്കുന്നു എന്ന് സ്വയം കരുതുകയും എന്നാൽ നിഷേധിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാർ പോലുമുണ്ട്. സുഹൃത്തെ, അപ്പോൾ ഇത്തരം നിലപാടുകൾ പുലർത്തുന്നവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിക്കുന്നില്ല. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. അല്ലാഹുവും അവന്റെ ദൂതനും ഏതെങ്കിലും കാര്യത്തിൽ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസിക്കോ വിശ്വാസിനിക്കോ അക്കാര്യത്തിൽ മറിച്ചൊരു തീരുമാനമെടുക്കാൻ അവകാശമില്ല. ആരെങ്കിലും അല്ലാഹുവേയും അവന്റെ ദൂതനെയും ധിക്കരിക്കുകയാണെങ്കിൽ അവൻ വ്യക്തമായ വഴികേടിലകപ്പെട്ടതു തന്നെ. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം 36-ാം വചനം. അതെ, നിസ്സാരമെന്ന് തോന്നുന്ന ചില നിലപാടുകൾ മുഖേന നഷ്ടപ്പെടുന്നത് മുസ്ലിമാകാനുള്ള യോഗ്യതയാണ്. ഇത്തരക്കാർക്ക് പിഴവ് സംഭവിക്കുന്നത് ഷഹാദത്ത് കലിമയിലാണ് എന്നത് ആരും വിസ്മരിക്കരുത്. ഹദീസുകൾ വഹ്യുകൾ തന്നെ. ഖുർആൻ അല്ലാഹുവിൽ നിന്ന് അവതരിക്കപ്പെട്ടതാണ് എന്ന ഉന്നത ബോധമാണ് ഖുർആൻ നിസ്സംശയം സ്വീകരിക്കപ്പെടാൻ കാരണം. എന്നാൽ ഹദീസും ഇപ്രകാരം വഹ്യ് തന്നെയാണ് എന്ന് മനസ്സിലാക്കാത്തവരാണ് മഹാഭൂരിപക്ഷം ജനങ്ങളും. ചില തെളിവുകൾ കാണുക. 1. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതമായി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലാഹു അറിയിക്കുന്നത് മാത്രം. وما ينطق عن الهوى إن هو إلا وحي يوحى. അദ്ദേഹം തോന്നിയ പോലെ സംസാരിക്കുന്നുമില്ല. ഈ സന്ദേശം അദ്ദേഹത്തിന് നൽകപ്പെട്ട ദിവ്യബോധനം മാത്രമാണ്. വിശുദ്ധ ഖുർആൻ 53-ാം അധ്യായം 3-4 വചനങ്ങൾ. അഥവാ ഹദീസുകൾ നബി തിരുമേനിയുടെ സ്വന്തം അഭിപ്രായങ്ങളല്ല എന്നർത്ഥം. അല്ലാഹു പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങൾ വഹ്യ് കൊണ്ട് മാത്രമേ പ്രവാചകൻ ഉദ്ബോധനം നൽകൂ. قل إنما أنذركم بالوحي ولا يسمع الصم الدعاء إذا ما ينذرون. നബിയെ പറയുക, ദിവ്യസന്ദേശപ്രകാരം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നത്. വിശുദ്ധ ഖുർആൻ 21-ാം അധ്യായം 45-ാം വചനം. മതനിയമങ്ങൾ സ്വയംകൃതമായി നബി തിരുമേനി ഉണ്ടാക്കില്ല എന്നതിന് മറ്റൊരു സാക്ഷ്യം കാണുക. ولو تقول علينا بعض الأقاويل لأخذنا منه باليمين
لقطعنا منه الوتين. നമ്മുടെ പേരിൽ അദ്ദേഹം അഥവാ പ്രവാചകൻ വല്ല വാക്കും കെട്ടിച്ചമച്ച് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തെ നാം വലതു കൈകൊണ്ട് പിടികൂടുകയും എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവനാഡി നാം മുറിച്ചു കളയുകയും ചെയ്യുമായിരുന്നു. വിശുദ്ധ ഖുർആൻ 69-ാം അധ്യായം 44 മുതൽ 46 വരെ വചനങ്ങൾ. 2. ഹദീസ് ഖുർആനിന്റെ വിശദീകരണമാണ്. بالبينات والزبر وأنزلنا إليك الذكر لتبين للناس ما نزل إليهم ولعلهم يتفكرون. ഇപ്പോൾ നിനക്കും നാം ഇതാ ഈ വേദപുസ്തകം ഇറക്കി തന്നിരിക്കുന്നു. ജനങ്ങൾക്കായി അവതീർണമായത് നീ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ, അങ്ങനെ ജനം ചിന്തിച്ചു മനസ്സിലാക്കട്ടെ. വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം 44-ാം വചനം. സുഹൃത്തേ, ഖുർആനിന്റെ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിച്ച് നിർവഹിക്കുന്നതാണോ? فإذا قرأناه فاتبع قرآنه ثم إن علينا بيانه. അതിന്റെ സമാഹരണവും അത് ഓതിത്തരലും നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ നാം ഓതിത്തന്നാൽ ആ പാരായണത്തെ നീ പിന്തുടരുക. തുടർന്നുള്ള അതിന്റെ വിശദീകരണവും നമ്മുടെ ചുമതല തന്നെ. വിശുദ്ധ ഖുർആൻ 75-ാം അധ്യായം 18-19 വചനങ്ങൾ. ഈ വചനത്തിൽ നിന്ന് ഖുർആൻ ഇറക്കുന്ന അല്ലാഹു തന്നെ അതിന്റെ വിശദീകരണവും അവതരിപ്പിക്കുന്നു എന്ന് മനസ്സിലായി. എങ്കിൽ അപ്രകാരം അവതരിപ്പിക്കപ്പെടുന്ന വിശദീകരണങ്ങളുടെ സമാഹാരമാണ് ഹദീസ്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അറിഞ്ഞുകൊള്ളുക, എനിക്ക് ഖുർആനും അതുപോലെയുള്ള മറ്റൊന്നും നൽകപ്പെട്ടിട്ടുണ്ട്. ഭാവിയിൽ ഒരുത്തൻ വയറു നിറച്ച് ചാരുകസേരയിലിരുന്നു പറയും, നിങ്ങൾ ഖുർആൻ മുറുകെ പിടിക്കുക, അതിലുള്ള ഹലാലുകൾ ഹലാലായി കാണുക, അതിലുള്ള ഹറാമുകൾ ഹറാമായി മനസ്സിലാക്കുക. നിങ്ങൾ അറിയണം, അള്ളാഹുവിന്റെ ദൂതൻ ഹറാമാക്കിയത് അള്ളാഹു ഹറാമാക്കിയതിന് തുല്യമാണ്. അബൂദാവൂദ്. എന്താണ് ഇവിടെ പരാമർശിച്ച അതുപോലെ മറ്റൊന്നും എന്ന് പറഞ്ഞത്? അതാണ് നബിവചനങ്ങളാകുന്ന വഹ്യ്. ഇതിൽ നിന്ന് ഖുർആനും സുന്നത്തും ഒരു മുസ്ലിമിന് ഒരുപോലെ പ്രമാണമാണ് എന്ന് വ്യക്തമായി. അപ്പോൾ ഒരു തെളിവ് ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് ഹദീസല്ലേ, ഖുർആൻ അല്ലല്ലോ എന്ന ചിന്ത ഒരു വിശ്വാസിക്ക് അനുവദനീയമല്ല. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം നിഷിദ്ധമാക്കിയാൽ അള്ളാഹു നിഷിദ്ധമാക്കിയതുപോലെ തന്നെയാണ്. അഹ്മദ്. ഹദീസുകൾ എന്ന നിലയിൽ നാം പരിഗണിക്കുന്ന കാര്യങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം തന്നെയാണ് തിരുദൂതർക്ക് പകർന്നു നൽകിയത്. ഹസ്സാൻ ബിൻ അത്തിയ്യ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനുമായി നബി തിരുമേനിയുടെ അരികിൽ വന്നതുപോലെ സുന്നത്തുമായും വന്നിരുന്നു. ഖുർആൻ പഠിപ്പിച്ചതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാം തിരുനബിയെ ഹദീസും പഠിപ്പിച്ചിരുന്നു. ദാരിമി. അപ്പോൾ നബിവചനങ്ങൾ വഹ്യുകൾ തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമായി. ചില വ്യത്യാസങ്ങൾ. ഖുർആനും സുന്നത്തും തമ്മിൽ പ്രാമാണികതയുടെ വിഷയമല്ലാത്ത പല കാര്യങ്ങളിലും വ്യത്യാസങ്ങളുണ്ട്. ഖുർആനിലെ ഓരോ അക്ഷരവും ആശയവും റബ്ബിന്റെ സംസാരമാണ്. എന്നാൽ ഹദീസ് ആശയം റബ്ബിൽ നിന്നും, വാചകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കൊണ്ട് ഉച്ചരിപ്പിക്കുന്നതുമാണ്. ഖുർആൻ കേവല പാരായണത്തിന് തന്നെ പുണ്യമുണ്ട്. എന്നാൽ ഹദീസ് കേവല വായന വഴി ഓരോ അക്ഷരത്തിനും പുണ്യം ലഭിക്കണമെന്നില്ല. ഖുർആനിൽ ദുർബല വചനങ്ങളില്ല. ഹദീസിൽ അപ്രകാരം വന്നത് വേർതിരിച്ച് മനസ്സിലാക്കാൻ സംവിധാനമുണ്ട്. 3. ഖുർആൻ ക്രോഡീകരണം. ഇതും ഹദീസ് വഹിയാണ് എന്ന ആശയത്തെ ശക്തിപ്പെടുത്തുന്നു. കാരണം 23 വർഷങ്ങൾ കൊണ്ട് പല സന്ദർഭങ്ങളിലായി ഇറങ്ങിയ വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങൾക്കും വചനങ്ങൾക്കും ക്രമവും ക്രോഡീകരണവും നിശ്ചയിച്ചത് അള്ളാഹു തന്നെയാണ്. അള്ളാഹു പറയുന്നു, فإذا قرأناه فاتبع قرآنه
ثم إن علينا بيانه അതിന്റെ സമാഹരണവും അത് ഓതിത്തരലും നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ നാം ഓതിത്തന്നാൽ ആ പാരായണത്തെ നീ പിന്തുടരുക. തുടർന്നുള്ള അതിന്റെ വിശദീകരണവും നമ്മുടെ ചുമതല തന്നെ. വിശുദ്ധ ഖുർആൻ 75-ാം അധ്യായം 18-19 വചനങ്ങൾ. എന്നാൽ ഖുർആനിലെ അധ്യായങ്ങൾ, വചനങ്ങൾ എന്നിവ എവിടെ എങ്ങനെ ക്രമീകരിക്കണമെന്ന് ഖുർആനിൽ എവിടെയുമില്ല. ഖുർആൻ മാത്രമാണ് വഹിയെങ്കിൽ, ഖുർആനിന് പുറമെ വഹിയുകളില്ലെങ്കിൽ പിന്നെ ഈ സമാഹരണം എങ്ങനെ നടന്നു? യഥാർത്ഥത്തിൽ ഓരോ വചനവും അധ്യായവും എവിടെ വെക്കണമെന്നത് ഖുർആൻ അല്ലാത്ത മറ്റൊരു മാർഗനിർദ്ദേശം വഴി പുണ്യപ്രവാചകന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം വഹി എഴുത്തുകാരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അതാണ് ഖുർആനിന് കൂടെ ലഭിച്ചു എന്ന് പറയുന്ന മറ്റൊന്ന്. അതാണ് ഹദീസ് അല്ലെങ്കിൽ സുന്നത്ത്. അപ്പോൾ സുന്നത്ത് എന്ന നിലയ്ക്ക് നാം സ്വീകരിക്കുന്ന അത്തരം കാര്യങ്ങൾ വഹി തന്നെയാണ് എന്ന് ഇതിലൂടെ വീണ്ടും വ്യക്തമായി. ഒരു ഉദാഹരണം കാണുക. ഖുർആനിന് പുറമെ വഹി ഉണ്ടെന്ന് ഖുർആൻ കൊണ്ട് തന്നെ വ്യക്തമാക്കാനാണ് ഈ ഉദാഹരണം. കിബില മാറ്റം. കഅബയെ കിബിലയാക്കാനുള്ള നിർദ്ദേശം ഖുർആൻ നൽകുന്നുണ്ട്. എന്നാൽ അതിനു മുൻപ് നമസ്കരിച്ചിരുന്ന ബൈത്തുൽ മുഖദ്ദസിനെ കിബിലയാക്കാനുള്ള കൽപ്പനയോ നിർദ്ദേശമോ ഖുർആനിൽ ഇല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണോ? അല്ല. കാരണം കിബില മാറ്റം വിവാദമായപ്പോൾ അതിനു മറുപടി നൽകിക്കൊണ്ട് ഖുർആൻ പറയുന്നു, وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه. റസൂലിനെ പിൻപറ്റുന്നതാരൊക്കെയെന്നും പിന്മാറിക്കളയുന്നതാരൊക്കെയെന്നും തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമായിരുന്നു നീ ഇതുവരെ തിരിഞ്ഞു നിന്നിരുന്ന ഭാഗത്തെ നാം കിബിലയായി നിശ്ചയിച്ചത്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 143-ാം വചനം. ഈ വചനത്തിൽ നാം കിബിലയായി നിശ്ചയിച്ചത് എന്ന പ്രയോഗത്തിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ആരാധനവേളകളിൽ വിശ്വാസികൾ തിരിഞ്ഞത് അവർക്ക് ലഭിച്ച മതപരമായ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ കഅബ കിബിലയാക്കപ്പെട്ടപ്പോൾ ഉണ്ടായ വിവാദത്തിനുള്ള മറുപടി നൽകുമ്പോൾ മാത്രമാണ് ബൈത്തുൽ മുഖദ്ദസ് കിബിലയാക്കാൻ മുമ്പ് തന്നെ ദൈവിക നിർദ്ദേശം ഉണ്ടായിരുന്നു എന്ന് നാം അറിയുന്നത്. അപ്പോൾ അന്ന് ഖുർആനിന് പുറമേയുള്ള വഹ്യുകൾ മുഖാന്തിരമാണ് റബ്ബ് ഈ നിർദ്ദേശം നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അഥവാ ഖുർആനിന് പുറമെ വഹി വന്നു എന്നർത്ഥം. സുഹൃത്തേ, പുണ്യപ്രവാചകന്റെ വചനങ്ങൾക്ക് നാം നൽകേണ്ട സ്ഥാനവും മഹത്വവുമാണ് ഇവിടെ വിവരിച്ചത്. പല വിഷയങ്ങളിലും വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഖുർആനും സുന്നത്തും ഒരുപോലെ പ്രമാണമാണെന്ന് നമുക്ക് മനസ്സിലായി. പഠനവും അന്വേഷണവും പുതിയ അറിവും തിരിച്ചറിവും നൽകുമ്പോൾ അത് സവിനയം സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. കാരണം അതാണ് വിശ്വാസികളുടെ മാർഗം. وَإِذَا سَمِعُوا مَا أُنزِلَ إِلَى الرَّسُولِ تَرَى أَعْيُنَهُمْ تَفِيضُ مِنَ الدَّمْعِ مِمَّا عَرَفُوا مِنَ الْحَقِّ يَقُولُونَ رَبَّنَا آمَنَّا فَاكْتُبْنَا مَعَ الشَّاهِدِينَ وَمَا لَنَا لَا نُؤْمِنُ بِاللَّهِ وَمَا جَاءَنَا مِنَ الْحَقِّ وَنَطْمَعُ أَن يُدْخِلَنَا رَبُّنَا مَعَ الْقَوْمِ الصَّالِحِينَ. റസൂലിന് അവതരിപ്പിക്കപ്പെട്ടത് അവർ കേട്ടാൽ സത്യം മനസ്സിലാക്കിയതിന്റെ ഫലമായി അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നതായി നിനക്ക് കാണാം. അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ സത്യസാക്ഷികളോടൊപ്പം ഞങ്ങളെയും നീ രേഖപ്പെടുത്തേണമേ. ഞങ്ങളുടെ രക്ഷിതാവ് സജ്ജനങ്ങളോടൊപ്പം ഞങ്ങളെ പ്രവേശിപ്പിക്കുവാൻ
ഞങ്ങൾ മോഹിച്ചുകൊണ്ടിരിക്കെ ഞങ്ങൾക്കെങ്ങനെ അല്ലാഹുവിലും ഞങ്ങൾക്ക് വന്നു കിട്ടിയ സത്യത്തിലും വിശ്വസിക്കാതിരിക്കാൻ കഴിയും? വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം 83-84 വചനങ്ങൾ. ഇത് ഒരു ഗുണകാംക്ഷയാണ്, ഹൃദയം നിറഞ്ഞ നസീഹത്ത്. ഇവിടെ ചില പിഴവുകൾ പ്രാമാണികമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് വ്യക്തികളെയോ കൂട്ടായ്മകളെയോ പ്രതിരോധത്തിലാക്കാനല്ല, മറിച്ച് നമ്മുടെ അബദ്ധങ്ങൾ തിരുത്താൻ, വിശ്വാസ വ്യതിയാനങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഹദീസ് നിഷേധത്തിന്റെ അപകടങ്ങൾ. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അറിഞ്ഞുകൊള്ളുക, എനിക്ക് ഖുർആനും അതുപോലെയുള്ള മറ്റൊന്നും നൽകപ്പെട്ടിട്ടുണ്ട്. ഭാവിയിൽ ഒരുത്തൻ വയറു നിറച്ച് ചാരുകസേരയിലിരുന്ന് പറയും, നിങ്ങൾ ഖുർആൻ മുറുകെ പിടിക്കുക, അതിലുള്ള ഹലാലുകൾ ഹലാലായി കാണുക, അതിലുള്ള ഹറാമുകൾ ഹറാമായി മനസ്സിലാക്കുക. നിങ്ങൾ അറിയണം, അള്ളാഹുവിന്റെ ദൂതൻ ഹറാമാക്കിയത് അള്ളാഹു ഹറാമാക്കിയതിന് തുല്യമാണ്. അബൂദാവൂദ്. ഇത് അന്തിമ പ്രവാചകന്റെ ഒരു പ്രവചനം. ഇസ്ലാമിക പ്രമാണങ്ങളിൽ തുല്യ പ്രാമാണികതയും എന്നാൽ പദവിയിൽ 2-ാം സ്ഥാനത്തും നിൽക്കുന്ന ഹദീസുകളുടെ പ്രാമാണികതയും പ്രാധാന്യവും നിഷേധിക്കുന്ന ചിലരെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണിത്. പ്രവാചക വചനങ്ങൾ പിഴക്കില്ല എങ്കിൽ ഹദീസിനെ നിഷേധിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാവില്ലേ? പ്രവാചക വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത് ഹദീസ് നിഷേധം കടന്നുവരുമെന്നാണ്. എങ്കിൽ ഞാനോ ഞാൻ ഇഷ്ടപ്പെടുന്നവരോ എനിക്ക് അനുഭാവമുള്ള സംഘടനയോ ഇത്തരം പ്രവണതകളുടെ ഭാഗമാണോ എന്ന് നാം പരിശോധിക്കണം. ഇല്ലെങ്കിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഒരിക്കലും തിരിച്ചു പിടിക്കാനാവാത്ത തീരാ നഷ്ടങ്ങളായിരിക്കും. അതിനാൽ ഈ വരികൾ ചിന്തകൾക്കും പഠനത്തിനും വിധേയമാക്കുക. സുഹൃത്തെ, ഹദീസില്ലാതെ ഖുർആൻ സ്വീകരിക്കൽ അസാധ്യമാണ്. 1. ആരാധനകളുടെ കാര്യം. നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് തുടങ്ങി വിവിധ ആരാധനകൾ നിർവഹിക്കാനുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ് ഖുർആൻ നൽകുന്നത്. എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്നത് ഹദീസുകളിലാണ്. നിങ്ങൾ റുക്കൂ ചെയ്യുക എന്ന് മാത്രമാണ് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്. റക്അ എന്ന വാക്കിന് വളഞ്ഞു നിൽക്കുക എന്നാണ് ഭാഷാപരമായ അർത്ഥം. എന്നാൽ കൈകൾ രണ്ടും മുട്ടിലൂന്നി തലയും പിരടിയും ക്രമീകരിച്ചുകൊണ്ടുള്ള റുക്കൂഇന്റെ രൂപം അത് ഖുർആൻ അല്ലാത്ത മറ്റു വഹ്യുകൾ മുഖേനയാണ് വിശദീകരിക്കപ്പെട്ടത്. ഇതുപോലെ ഓരോ ആരാധനകളുടെയും രൂപം, രീതി, പ്രാർത്ഥനകൾ തുടങ്ങിയവ ഹദീസുകളിലാണ് പഠിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഖുർആൻ ചുരുക്കി മാത്രം വിവരിച്ച കാര്യങ്ങൾ വിശദമാക്കാൻ ഹദീസുകൾ അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. 2. ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ. മോഷണം നടത്തിയവരുടെ കൈ മുറിക്കണമെന്നാണ് ഖുർആൻ നിർദ്ദേശിക്കുന്നത്. ഏത് കൈ മുറിക്കണം, എങ്ങനെ മുറിക്കണം, ഇതെല്ലാം വിവരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലാണ്. വിവാഹിതനായ ഒരാൾ വ്യഭിചരിച്ചാൽ അയാളെ എറിഞ്ഞു കൊല്ലണം എന്ന നിയമം വിശുദ്ധ ഖുർആനിൽ ഇല്ല. അത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. സുഹൃത്തെ, ചില മനുഷ്യരുണ്ട്, മതരംഗത്ത് അവർ ഏറെ സൂക്ഷ്മത പാലിക്കും. മതത്തിന്റെ മിക്ക വിഷയങ്ങളിലും അവർ കൃത്യമായ നിലപാടിലുമായിരിക്കും. എന്നാൽ ഹദീസ് വിജ്ഞാനീയങ്ങളുടെ കാര്യത്തിൽ അവരുടെ അറിവില്ലായ്മയും ചില പണ്ഡിതരോടുള്ള ആത്മബന്ധങ്ങളും അവരോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടവും ചില അപകടകരമായ അബദ്ധങ്ങളിൽ അവരെ എത്തിച്ചിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ നമുക്ക് വിശകലനം ചെയ്യാം. ഹദീസ് നിഷേധം. 1. ഖബർ വാഹിദ് വിശ്വാസകാര്യങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന നൂതനവാദം. ഇസ്ലാമിനെ തകർക്കാൻ തീരുമാനിച്ച് ഇറങ്ങിയവർ പ്രധാനമായും ആക്രമിക്കാൻ ശ്രമിച്ചത് നബിചര്യയെ തന്നെയാണ്. സുന്നത്ത് പ്രമാണമല്ല എന്ന വാദം മുതൽ ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിലുള്ള നിഷേധങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു. അതിൽ ഒന്നാണ് ആഹാദായ ഹദീസുകൾ അടിസ്ഥാനപ്പെടുത്തി വിശ്വാസകാര്യങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന വാദം. വിശ്വാസകാര്യങ്ങൾ സ്ഥിരപ്പെടുവാൻ ഇത്തരം ഹദീസുകൾ അഥവാ ഖബറുൽ ആഹാദിന് സാധ്യമല്ലെന്ന്
ഹദീസ് പണ്ഡിതന്മാർ ഏകോപിച്ച് പ്രഖ്യാപിക്കുന്നു. ബുഖാരി പരിഭാഷ എ അബ്ദുസലാം സുല്ലമി. ഒരു കൊച്ചുവരി, പക്ഷേ വളരെ ഗുരുതരമായ പിഴവാണിത്. താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഹദീസിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് സനദ് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന പരമ്പര. 2 മത്ന് അഥവാ ഹദീസിലെ പാഠഭാഗങ്ങൾ. സനദിലെ നിവേദകരുടെ എണ്ണം അടിസ്ഥാനമാക്കി ഹദീസ് വിഭജിക്കപ്പെടുമ്പോൾ സനദിലെ റിപ്പോർട്ടർമാർ ധാരാളമുണ്ടെങ്കിൽ ആ ഹദീസിന് മുത്തവാത്തിർ എന്നും ഇല്ലെങ്കിൽ ആഹാദ് എന്നുമാണ് പറയുക. സുഹൃത്തെ, ഒന്നുകൂടി വ്യക്തമാക്കി പറയാം. സ്വഹാബികൾ, ത്വാബിഉകൾ, അവർക്ക് ശേഷമുള്ളവർ എന്നിങ്ങനെ ഹദീസ് നിവേദനത്തിന് ഒരു തുടർ പരമ്പരയുണ്ടല്ലോ. ഹദീസ് നിദാന ശാസ്ത്രഭാഷയിൽ ത്വബഖ എന്നാണ് ഇതിന് പറയുക. ഹദീസ് ഉദ്ധരിച്ചത് ഇമാം ബുഖാരിയാണ് എങ്കിൽ അദ്ദേഹം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട സ്വഹാബി വരെ വിവിധ ത്വബഖകൾ ഉണ്ടാകും. ഈ ഓരോ ത്വബഖകളിലും നിരവധി ആളുകൾ കേൾക്കുക വഴി ആ കാര്യം കളവാണെന്ന് പറയാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത വിധം സ്ഥിരപ്പെട്ട ഏതാനും ഹദീസുകളുണ്ട്. അതിനാണ് മുത്തവാത്തിർ എന്ന് പറയുന്നത്. അത് കേവലം ഒരു ഗ്രന്ഥത്തിൽ ക്രോഡീകരിക്കാൻ കഴിയും വിധം വിരളമാണ്. എന്നാൽ തിരുനബി യാത്രയിലോ ഇതുപോലുള്ള മറ്റു കാര്യങ്ങളിലോ എല്ലാം ആകുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം ശ്രവിച്ചത് 1 or 2 ആളുകൾ മാത്രമാകാം. അത്തരം ഹദീസുകൾ ആഹാദായ ഹദീസുകളുടെ ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. അത്തരം ഹദീസുകൾ വിശ്വാസകാര്യങ്ങൾക്ക് അസ്വീകാര്യമാണ് എന്ന് വന്നാൽ എത്രമാത്രം നബിവചനങ്ങൾ മാറ്റി നിർത്തേണ്ടി വരും. മാത്രവുമല്ല, ഒരു ഹദീസിന്റെ എല്ലാ ഘട്ടത്തിലും അഥവാ ത്വബഖ നിരവധി റിപ്പോർട്ടർമാർ ഉണ്ടാവുകയും ഒരു ഘട്ടത്തിൽ മാത്രം 1, 2, 3 വ്യക്തികളാവുകയും ചെയ്താൽ പോലും ആ ഹദീസ് ആഹാദായ ഹദീസ് എന്ന അർത്ഥത്തിലാണ് ഗണിക്കപ്പെടുന്നതെങ്കിൽ ആഹാദായ ഹദീസുകൾ വിശ്വാസകാര്യങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന വാദഗതി വഴി പുറത്തു നിർത്തേണ്ടി വരുന്നത് ലക്ഷക്കണക്കിന് ഹദീസുകളും 100 കണക്കിന് വിശ്വാസകാര്യങ്ങളുമാണെന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കിനോട് പോലും മുഖം തിരിഞ്ഞു നിൽക്കൽ വിശ്വാസിക്ക് അനുവദനീയമല്ല എന്ന കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ഖുർആൻ പറയുന്നു, وَمَن يُشَاقِقِ الرَّسُولَ مِن بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى وَيَتَّبِعْ غَيْرَ سَبِيلِ الْمُؤْمِنِينَ نُوَلِّهِ مَا تَوَلَّى وَنُصْلِهِ جَهَنَّمَ وَسَاءَتْ مَصِيرًا. തനിക്ക് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞ ശേഷവും ആരെങ്കിലും ദൈവദൂതനുമായി എതിർത്തു നിൽക്കുകയും സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം പിന്തുടരുകയും ചെയ്യുന്ന പക്ഷം അവൻ തിരിഞ്ഞ വഴിക്കു തന്നെ നാം അവനെ തിരിച്ചുവിടുന്നതും നരകത്തിലിട്ട് നാം അവനെ കരിക്കുന്നതുമാണ്. അതെത്ര മോശമായ പര്യവസാനം. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം 115-ാം വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇത് ഗൗരവപൂർവം നമ്മെ ഉണർത്തുന്നുണ്ട്. സുഹൃത്തെ, ഖബറുൽ വാഹിദ് വേണ്ട എന്നത് ഒരു നൂതനവാദമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഒരാളുടെ നിവേദനങ്ങൾ തന്നെ സ്വീകരിച്ചിരുന്നു എന്നത് ധാരാളം തെളിവുകളിലൂടെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉമർ പറയുന്നത് കാണുക. കൂബയിലെ പള്ളിയിൽ ഷാം ഭാഗത്തേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന ആളുകളെ നോക്കി ഒരാൾ പറഞ്ഞു, ഇന്നലെ രാത്രി കഅബയിലേക്ക് തിരിയാൻ നബി തിരുമേനിക്ക് നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് കേട്ട ഉടനെ പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ടിരുന്നവർ കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചു തുടങ്ങി. ബുഖാരി. ഇവിടെ അവരെ ഈ കാര്യം അറിയിച്ചത് ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അവർക്ക് ഇത് അസ്വീകാര്യമായി തോന്നിയില്ല. ആഹാദായ ഹദീസുകൾ വിശ്വാസകാര്യങ്ങൾക്ക് തെളിവല്ല എന്ന് വാദിക്കുക വഴി എണ്ണമറ്റ വിശ്വാസകാര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് ഇവിടെ ആവർത്തിച്ച് വ്യക്തമായി. സിറാത്ത് പാലം, മുൻകർ നക്കീർ അലൈഹിമുസ്സലാം ഖബറിൽ വരുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും, മീസാൻ, ശഫാഅത്തിന്റെ ഇനങ്ങൾ തുടങ്ങി നിരവധി വിശ്വാസങ്ങൾ കെട്ടുകഥയാണ് എന്ന് പറയാൻ ഉറച്ചിട്ടേ
ഈ വാദത്തെ പിന്തുണയ്ക്കാനാവൂ. ഇതിന് താങ്കൾ സന്നദ്ധനാകും എന്ന് തോന്നുന്നില്ല. സുഹൃത്തെ, എത്രമാത്രം വഴിതെറ്റിയ ഒരു വിശ്വാസമാണിത്. ഇസ്ലാമിന്റെ അടിത്തറ ഇളക്കാൻ ആയുധങ്ങൾ കൊണ്ടുള്ള ആക്രമണങ്ങൾ കൊണ്ടും ആശയപരമായ വിമർശനങ്ങൾ കൊണ്ടും സാധ്യമാകുന്നില്ല എന്ന് മനസ്സിലാക്കിയ ശത്രു പ്രമാണങ്ങളിൽ സംശയം ജനിപ്പിക്കാൻ ആസൂത്രിതമായി ഒരുക്കിയ കെണികളിൽ നാം വീഴരുത്. ഇസ്ലാമിക വിശ്വാസങ്ങളിൽ നിന്ന് വ്യതിയാനം സംഭവിച്ച ഗ്രീക്ക് യവന തത്വശാസ്ത്രങ്ങളിൽ ആകൃഷ്ടരായ ചില പിഴച്ച ചിന്താഗതിക്കാരായ പണ്ഡിതന്മാർ ഉണ്ടാക്കിയ വാദഗതിയാണ് ആഹാദായ ഹദീസുകൾ വിശ്വാസകാര്യങ്ങൾക്ക് പറ്റില്ല എന്നത്. ഇമാം ഷാഫിയും ഉന്നതരായ മറ്റു പണ്ഡിതർക്കും വരെ മസ്അലകളിൽ അബദ്ധം സംഭവിക്കാം എന്ന് വിശ്വസിക്കുന്ന ചിലർക്ക് ഖബറുൽ വാഹിദ് അടക്കം പല വിഷയങ്ങളിലും അബദ്ധം പിണഞ്ഞ പണ്ഡിതരുടെ ഗ്രന്ഥങ്ങൾ എടുത്ത് ഉദ്ധരിക്കുമ്പോൾ അദ്ദേഹത്തിന് പിഴവ് പറ്റുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥയാണുള്ളത്. തഖ്ലീദ് ഇസ്ലാമികമല്ല എന്ന് നാം മറക്കരുത്. അതിനാൽ കൂടുതൽ പഠനവും അന്വേഷണവും നടക്കട്ടെ. നമുക്ക് വലുത് നമ്മുടെ പരലോകമാണല്ലോ. ഹദീസ് നിഷേധം. 2. മുത്തവാത്തിറിനെയും തള്ളുന്നു. വിശ്വാസകാര്യങ്ങൾക്ക് മുത്തവാത്തിറെ സ്വീകരിക്കാവൂ എന്നൊക്കെ പറഞ്ഞവർ രാത്രിയുടെ 1/3 അള്ളാഹു 1-ാം ആകാശത്ത് വന്ന് അടിമകളുടെ ഇസ്തിഗ്ഫാറും പ്രാർത്ഥനയും സ്വീകരിക്കുമെന്ന മുത്തവാത്തിറായ ഹദീസ് തന്നെ തള്ളുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ അവസാന സമയമാകുമ്പോൾ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്നുള്ള യാഥാർത്ഥ്യം, അഥവാ അടിമകളോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്ന ആ രാത്രിയുടെ അവസാന 1/3 സമയത്ത് അള്ളാഹു 1-ാം ആകാശത്തേക്ക് വരും. എന്നിട്ട് ആൾ തൻ്റെ ഇരു കരങ്ങളും നീട്ടി ഈ ഭൂമിയിലേക്ക് അവൻ ചോദിച്ചുകൊണ്ടിരിക്കും, ആരാണ് എന്നോട് ചോദിക്കുന്നവനുള്ളവൻ? ഞാനവന് നൽകാം. ആരാണ് എന്നോട് പശ്ചാത്തപിച്ച് മടക്കുന്നവൻ? ഞാനവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കാമെന്ന്. പക്ഷേ യൻസിലു റബ്ബുന തബാറക വ തആല എന്ന് പറയുന്ന മുത്തവാത്തിറായി വന്നിട്ടുള്ള ഈ ഹദീസിനെ അബ്ദുസ്സലാം സുല്ലമിയെ പോലെയുള്ള പണ്ഡിതന്മാർ ശബാബ് വാരികയിലൂടെ തന്നെ എതിർത്തുകൊണ്ട് പറയുന്ന വരികൾ നിങ്ങൾ കാണും. രാത്രിയുടെ 1/3 അവസാന ഭാഗം നിലനിൽക്കാത്ത ഒരു നിമിഷ നേരം ഭൂമിയിലുണ്ടാവുകയില്ല. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ചലിക്കുകയാണ്. ഒരു സ്ഥലത്തു നിന്നും ഈ സമയം അവസാനിക്കുമ്പോൾ തന്നെ മറ്റൊരു സ്ഥലത്ത് ഈ സമയം അനുഭവപ്പെടുന്നു. 24 മണിക്കൂറും ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇറക്കം അഥവാ നുസൂൽ എന്നതിന് ഇവർ നൽകുന്ന ബാഹ്യാർത്ഥപ്രകാരം സിംഹാസനത്തിൽ ആരോഹണം ചെയ്യാൻ അള്ളാഹുവിന് സമയമുണ്ടായിരിക്കുകയില്ല. ഷബാബ്, ജൂലൈ 2009. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിന് അറശിലിരിക്കാൻ സമയമുണ്ടാവുകയില്ല എന്ന ഏറെ വിചിത്രമായ ഒരു വാദമുന്നയിച്ചുകൊണ്ടാണ് ഈ മുത്തവാത്തിറായ ഹദീസിനെ ഇദ്ദേഹം എതിർക്കുന്നത്. ശബാബ് വാരികയിലൂടെയാണിത് പുറത്തു വന്നത്. ഇതുവരേക്കും പല സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ടും വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടും ഇതുവരേക്കും അത് തിരുത്തപ്പെടാതെ കിടക്കുകയാണ്. ഇതുതന്നെയല്ലേ പേരോട് സഖാഫിയും പറയുന്നത്? അല്ല, എല്ലാ രാത്രിയും 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എല്ലാ രാത്രിയും 1-ാം ആകാശത്തിൽ ഇറങ്ങി വരും. അപ്പൊ ചെറുപ്പക്കാരൻ കുട്ടി ചോദിച്ചു, അല്ല പക്ഷേ അല്ല 1-ാം ആകാശത്തിലേക്ക് എല്ലാ രാത്രി ഇറങ്ങി വരികയാണെങ്കിൽ അമേരിക്കയിലെ രാത്രിയാകുമ്പോ അല്ല ഇറങ്ങുക, അല്ലെങ്കിൽ ഇന്ത്യയിലെ രാത്രിയാകുമ്പോ. അപ്പോഴായിരുന്നു ആശ ആലോചിക്കുന്നത്, ഞാൻ മുജാഹിദായി കുടിഞ്ഞല്ലോ. കാരണം ലോകത്തെ എല്ലാ സമയത്തും ഇല്ല സുഹൃത്തെ രാത്രിയും പകലും. ഇവിടെ രാത്രിയെ വേറെ സ്ഥലത്ത് പകലി, വേറെ സ്ഥലത്ത് രാത്രി ഇവിടെ പകലി. അല്ല എല്ലാ രാത്രിയും ആകാശത്തു നിന്ന് ഇറങ്ങിയൊരു എന്ന് പറഞ്ഞാലോ അല്ല എല്ലാ മിനിറ്റിലും ഇറങ്ങണോ? പിന്നെ കയറുണ്ടാവില്ല. അല്ല ഇങ്ങനെ ഇറങ്ങിയ തൊട്ടിലല്ലേ അല്ല, ഇങ്ങനെ ചുറ്റിയല്ല അല്ല. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പരിഹസിക്കുന്നത് മുജാഹിദുകളെയല്ല, മറിച്ച് സൃഷ്ടാവായ റബ്ബിനെയും അവന്റെ പുണ്യപ്രവാചകനെയുമാണ്. ബുദ്ധിയുടെ അളവുകോലുകൊണ്ട് ഹദീസിനെ വിലയിരുത്തി വിമർശന വിധേയമാക്കിയപ്പോൾ അബ്ദുസ്സലാം സുല്ലമിക്കും പറ്റിയത് ഇതേ അബദ്ധമാണ്. ഹദീസ് നിഷേധം. 3. ബുദ്ധിക്കെതിരായത് സ്വീകരിക്കേണ്ട എന്ന വ്യതിയാനം. ഇസ്ലാമിനോളം മനുഷ്യബുദ്ധിയെ തൊട്ടുണർത്തിയ ഒരു മതം നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ ഖുർആൻ മനുഷ്യന് ചിന്തിച്ച് മുന്നേറാൻ സാധിക്കുന്ന മേഖലകൾ മാത്രമാണ് ചിന്താവിധേയമാക്കാൻ നിർദ്ദേശിച്ചത്.
മനുഷ്യബുദ്ധിക്ക് കടന്നെത്താവുന്നതും ഗവേഷണ വിധേയമാക്കാൻ സാധിക്കുന്നതുമായ നൂറുകണക്കിന് വിഷയങ്ങൾ പഠനവിധേയമാക്കിയപ്പോൾ നമുക്ക് പൂർണ്ണ സംതൃപ്തി നൽകുന്ന ഉത്തരങ്ങൾ മാത്രമാണ് ലഭിച്ചത്. പലപ്പോഴും ചിലത് നമ്മുടെ വിശ്വാസത്തിന് കരുത്തു പകരുന്നതുമാണ്. എങ്കിൽ മനുഷ്യ ഗവേഷണം സാധ്യമാകാത്ത ചില വിഷയങ്ങളിൽ നമ്മുടെ പ്രാഥമിക ബുദ്ധിക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന എണ്ണമറ്റ വിഷയങ്ങളിൽ ഉത്തരം ലഭിച്ചിരിക്കെ ഇതിന്റെ ഉത്തരം കിട്ടാത്തത് എന്റെ പരിമിതി മാത്രമാണ് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഹദീസുകൾ ബുദ്ധിയെ അടിസ്ഥാനമാക്കി സ്വീകരിക്കുന്നതും നിരാകരിക്കുന്നതും അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പലരെയും കാഫിറുകളാക്കിയ ഖവാരിജുകളുടെ നിലപാടാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിൽ ഒരു സ്ത്രീ വന്ന് ആർത്തവകാരികൾ നമസ്കാരം ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി, നീ ഖവാരിജിയാണോ എന്നതായിരുന്നു. എന്നിട്ട് ഇങ്ങനെ കൂടെ പറഞ്ഞു, നോമ്പ് വീട്ടാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, നമസ്കരിക്കാൻ കൽപ്പിക്കപ്പെട്ടിരുന്നില്ല. മുസ്ലിം 789. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഹജ്ജ് വേളയിൽ ഹജറുൽ അസ്വദിന്റെ അരികിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നീ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഒരു കല്ലാണ് എന്നെനിക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ വാചകം ഇവിടെ ചേർത്ത് വായിക്കുക. മതം യുക്തിയിൽ അധിഷ്ഠിതമായിരുന്നെങ്കിൽ ഖുഫയുടെ മുകൾ ഭാഗമല്ല അടിഭാഗമാണ് തടവേണ്ടിയിരുന്നത്. മാത്രമല്ല, മതത്തിലെ നിരവധി കാര്യങ്ങളുടെ യുക്തിയും ബുദ്ധിയും ഇത്തരക്കാർ വിശദീകരിച്ചു കുഴങ്ങും. ഹജ്ജിനിടയിലെ കല്ലേറ്, ത്വവാഫ് തുടങ്ങി നിരവധി കാര്യങ്ങൾ ഈ ഗണത്തിൽ ഉൾപ്പെടുന്നു. ഖുർആൻ തന്നെ വിവരിച്ച യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യം വിഴുങ്ങിയ കഥ, അസ്ഹാബുൽ കഹഫ് സംഭവം തുടങ്ങിയവ കേവല ബുദ്ധിക്ക് സ്വീകാര്യമാണോ? പിന്നെ ബുദ്ധിക്ക് എതിരായത് തള്ളുക എന്ന ഒരു ഹദീസ് നിദാന ശാസ്ത്ര നിയമം ഇല്ലേ എന്നൊരു സംശയവും ഉണ്ടാകും. ഇവിടെ നാം ഗ്രഹിക്കേണ്ടത് ഈ നിബന്ധന സ്വഹീഹായ ഹദീസുകളെ തള്ളാനുള്ളതല്ല, മറിച്ച് മൗലൂഇനെ കണ്ടെത്താനുള്ളതാണ്. മാത്രമല്ല, കേവല ബുദ്ധിക്ക് എതിരായത് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും ശരിയല്ല എന്ന് തോന്നുന്നതെല്ലാം തള്ളാം എന്നാണോ? ഒരിക്കലുമല്ല. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും ജീവിതം സമർപ്പിച്ച പർവ്വത സമാനരായ പണ്ഡിതർ ആ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ സാക്ഷ്യമാണ് മൗലൂഉകൾ മാത്രം ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഹദീസ് നിഷേധം. 4. ഇവർ ഖുർആനിനെയും നിഷേധിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിക്കുമെന്ന ഒരു പരാമർശം വിശുദ്ധ ഖുർആനിലുണ്ട്. وما قدر الله حق قدره والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون. അല്ലാഹുവെ കണക്കാക്കേണ്ട നിലയിൽ അവർ കണക്കാക്കിയിട്ടില്ല. ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഭൂമി മുഴുവൻ അവന്റെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നതായിരിക്കും. ആകാശങ്ങൾ അവന്റെ വലതു കൈയിൽ ചുരുട്ടിപ്പിടിക്കപ്പെട്ടവയുമായിരിക്കും. അവൻ എത്ര പരിശുദ്ധൻ! അവർ പങ്കുചേർക്കുന്നതിനെല്ലാം അവൻ അതീതനായിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തു സുമർ 67-ാം വചനം. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യന്റെ അഖീദയാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഇത് വിശദീകരിച്ചത്. ജൂതന്മാരായ ഇസ്ലാമിന്റെ കഠിന വൈരികളായ ജൂതന്മാർ പോലും അംഗീകരിച്ചിരുന്ന ഒരു യാഥാർത്ഥ്യത്തെ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഇത് പഠിപ്പിക്കുകയാണ്. ഒരു ജൂത പുരോഹിതൻ വന്നുകൊണ്ട് പ്രവാചകന്റെ അടുക്കൽ വന്ന് ഈ ആശയം പറയുകയും പ്രവാചകൻ അദ്ദേഹത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് ചിരിക്കുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആ സന്ദർഭത്തിലാണ് അള്ളാഹു ആയത്തിറക്കുന്നത്, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം അവർ കണക്കാക്കുന്നില്ല. അഥവാ ഇങ്ങനെയൊക്കെ
അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ അവർക്കുണ്ടായിട്ട് പോലും അള്ളാഹുവിന് സന്താനങ്ങളുണ്ടെന്നും അള്ളാഹുവിന് പുത്രന്മാരുണ്ടെന്നുമൊക്കെയുള്ള വിചിത്രമായ വാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കിയില്ല എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ അവരുടെ വാദത്തെ, അഥവാ ഒമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി എന്ന് പറഞ്ഞെങ്കിലും വസ്സമാവാത്തു മത്തവിയാത്തും ബി യമീനിഹി എന്ന ആ ആശയത്തെ അള്ളാഹു ദൃഢീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ കിതാബു തൗഹീദിൻ്റെ അവസാന ഭാഗത്ത് ഈ കാര്യം വളരെ വിശദമായി അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഈ അള്ളാഹുവിൻ്റെ ശരീഅത്തിൽ ഒരുപാട് മാറ്റത്തിരുത്തലുകൾ വരുത്തിയ ജൂതന്മാർക്കിടയിൽ വരെ ഈ ഒരു വിശ്വാസം മാറ്റപ്പെടാതെ കിടക്കുന്നുണ്ട് എന്നുള്ളത് അതിനുള്ള തെളിവായിക്കൊണ്ട് ഈ ഹദീസിനെ, ഈ സംഭവത്തെ അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയാം, അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ബുഖാരി പരിഭാഷയിൽ ഈ വിഷയമായിക്കൊണ്ട് എഴുതിയത് നമ്മൾ കാണുക. ഈ വാദം ജൂതന്മാരുടേതായിരുന്നുവെന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നു. സ്വഹീഹുൽ ബുഖാരി, പരിഭാഷയും വ്യാഖ്യാനവും അബ്ദുസ്സലാം സുല്ലമി. എത്രമാത്രം ഗുരുതരമായ ഒരു വരികളാണ് അദ്ദേഹം എഴുതി വച്ചിട്ടുള്ളത്. അഥവാ ഈ വാദം, അഥവാ വസ്സമാവാത്തും മുത്തവിയാത്തും ബി യമീനിഹി എന്ന ഈ വാദം ജൂതന്മാരുടെ വാദമായിരുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ രചനയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു ആശയം വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ജൂതന്മാർ അങ്ങനെ ഒരു ആശയവും പറഞ്ഞിട്ടില്ല. നേരെമറിച്ച് അള്ളാഹുവിന് പുത്രന്മാരുണ്ട് എന്ന, അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന ഏറ്റവും അപകടം പിടിച്ച വിചിത്രകരമായ വാദമാണ് അവർ ഉന്നയിച്ചത്. അതല്ലാതെ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഈ ആശയത്തെ ഒരിക്കലും ജൂതന്മാർ എതിർത്തിട്ടില്ല, അവരതിനെ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും ജൂതന്മാർക്കില്ലാത്ത വാദം പോലും അവരുടെ മേൽ കെട്ടിവെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം സഹോദരങ്ങളെ ഗൗരവമുള്ള, അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞൊരു കാര്യത്തെ നിഷേധിക്കുന്നത് വന്നാൽ അത് എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണെന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഖുർആൻ വചനങ്ങൾ പോലും ചിലർ നിഷേധിക്കുന്നു. ഒരു വേള ആയിരക്കണക്കിന് ഹദീസുകൾ ഖബർ വാഹിദിന്റെ പേര് പറഞ്ഞ് നിരാകരിക്കുന്നവർ ഇവിടെ മുത്തവാത്തിറിനെയാണ് തള്ളുന്നത്. കാരണം ഖുർആൻ വചനങ്ങൾ മുത്തവാത്തിറാണല്ലോ. വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട മറ്റൊരു കാര്യമാണ് പ്രവാചകന്റെ മിഅ്റാജ് യാത്ര. അഥവാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് ആദ്യം നിശാപ്രയാണം നടത്തുകയാണ്. ഒരു രാത്രി, ഒരുപാട് മാസങ്ങളുടെ വഴിദൂരം സഞ്ചരിക്കേണ്ട ഒരു സ്ഥലത്തേക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനെ അള്ളാഹു അത്ഭുതകരമായ രീതിയിൽ യാത്ര ചെയ്യിപ്പിച്ചു. അതിനാണ് ഇസ്രാ എന്ന് പറയുക. ആ ഇസ്രായിന് ശേഷം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മഖ്ദിസിൽ നമസ്കരിച്ചതിന് ശേഷം ബുറാഖ് എന്ന വാഹനത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിന്റെ സഹായത്തോടുകൂടി ആകാശലോകത്തേക്ക് ഉയർന്നു പോവുകയാണ്. അങ്ങനെ ഉയർന്നു പോയി അവിടുന്ന് സ്വർഗവും നരകങ്ങളും ഒക്കെ ദർശിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വഭവനത്തിലേക്ക് തന്നെ ഒരൊറ്റ രാത്രി കൊണ്ട് തിരിച്ചു വന്നതിനെയാണ് നമ്മൾ മിഅ്റാജ് എന്ന് പറയുക. വിശുദ്ധ ഖുർആനിൽ ഇസ്രായിന്റെ പേരിൽ, അഥവാ ഇസ്രാ എന്ന പേരിൽ ഒരു അധ്യായം തന്നെ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഇസ്രാ, 17-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ഇസ്രാ എന്നാണ്. എന്നാൽ അബ്ദുസ്സലാം സുല്ലമിയെ പോലെയുള്ള പണ്ഡിതന്മാർ, അഥവാ മടൂർ വിഭാഗത്തിന്റെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരുടെ ഒരു വാദം, ഇസ്രാ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്, എന്നാൽ മിഅ്റാജ് വിശുദ്ധ ഖുർആനിൽ പരാമർശമില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കാര്യം അവർ എഴുതിവിട്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഈ അത്യത്ഭുതകരമായ കാര്യത്തെ നിഷേധിക്കുന്നതിന് ഒരു തുടക്കം എന്ന നിലയിലാണ്. യഥാർത്ഥത്തിൽ ഇസ്രാ മാത്രമല്ല, മിഅ്റാജിന്റെ സംഭവം വിശുദ്ധ ഖുർആനിൽ സൂറത്തു നജ്മിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റ ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅവ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുണ്ട്, 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒന്ന് ഭൂമിയിൽ വെച്ചും ഒന്ന് വാനലോകത്ത് വെച്ചും. ആ ജിബ്രീലിന്റെ യഥാർത്ഥ രൂപത്തിൽ, ചിറകുകളോടുകൂടിയ രൂപത്തിൽ പ്രവാചകൻ കണ്ടു.
അത് ഒന്ന് കണ്ടത് ഇൻദ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന മരത്തിൻ്റെ അടുക്കൽ വെച്ചാണ്. ഇൻദഹ ജന്നത്തുൽ മഅവ, അതിൻ്റെ അടുക്കലാണ് ശാശ്വതമായി സ്വർഗ്ഗലോകമുള്ളത്. ആ സ്വർഗ്ഗലോകത്തിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് പ്രവാചകൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു. മാ സാഗൽ ബസ്റു വമാ തഗ, ഒരിക്കലും പ്രവാചകൻ കണ്ട ആ കാഴ്ചയെ പ്രവാചകന്റെ കണ്ണ് തെറ്റിപ്പോയിട്ടില്ല. മാ കദവൽ ഫുഹാദു മാ റഅ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ കണ്ട ആ കാര്യത്തെ ഒരിക്കലും ഹൃദയം നിഷേധിച്ചിട്ടില്ല. പ്രവാചകൻ യഥാർത്ഥ രൂപത്തിൽ തന്നെയാണ് കണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോൾ മിഅ്റാജിൻ്റെ യാത്രയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശമില്ല എന്ന അബ്ദുസ്സലാം സുല്ലമിയെ പോലെയുള്ള ആളുകൾ എഴുതിയ വരികൾ ഒരിക്കലും ശരിയല്ല. മിഅ്റാജ് സംഭവത്തെക്കുറിച്ച് പറയുന്ന ഈ വാചകം ഒന്ന് ശ്രദ്ധിക്കും. അള്ളാഹു ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെയാണ് കൊണ്ടുപോയതെന്ന് വ്യക്തമായും കണിശമായും പറയുന്നു. അപ്പോൾ ഈ രാത്രിയിൽ തന്നെ ശരീരത്തോടുകൂടി 7 ആകാശങ്ങളിലേക്കും കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയൽ ഖുർആനിന്റെ ഈ പ്രസ്താവനയ്ക്ക് എതിരാകുന്നു. ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അള്ളാഹു പറയുക. കാരണം ഒരു രാത്രി കൊണ്ട് 7 ആകാശങ്ങൾ വരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാവുക. ഹദീസ് നിഷേധം 5 ചന്ദ്രൻ പിളർന്ന സംഭവത്തെയും നിഷേധിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ച ഒരു കാര്യമാണ് അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മക്കയിലെ മുശ്രിക്കുകളായ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ പ്രവാചകനോട് പല അത്ഭുതങ്ങളും കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പല അത്ഭുതങ്ങളും കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഉഹുദ് മലയെ സ്വർണമാക്കി തരുവാൻ വേണ്ടി കൽപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് കയറിപ്പോയി ഒരു ഗ്രന്ഥവുമായി ഇറങ്ങി വരണം എന്നവർ ആവശ്യപ്പെട്ടു. അപ്രകാരം പ്രവാചകന് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വീടുകൾ ഉണ്ടാകണം, നദികൾ ഒഴുകണമെന്നൊക്കെ ബാലിശമായ വാദങ്ങൾ ആവശ്യപ്പെട്ടു അവർ. അക്കൂട്ടത്തിൽ അവർ ആവശ്യപ്പെട്ട ഒന്നായിരുന്നു ഈ കാണുന്ന ചന്ദ്രനെ 2 പിളർത്തി കാണിച്ചു കൊടുക്കണമെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി പ്രവാചകന് ഒരു അത്ഭുത ദൃഷ്ടാന്തം എന്ന നിലയിൽ, ഒരു മുഅ്ജിസത്ത് എന്ന നിലയിൽ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ചന്ദ്രനെ 2 പിളർപ്പാക്കിക്കൊണ്ട് പ്രവാചകൻ കാണിച്ചു കൊടുത്തു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖമറിൽ ആ കാര്യം വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. ആ അന്ത്യസമയം അടുത്തു, ചന്ദ്രൻ പിളരുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖമർ 1-ാം വചനം. ഈ ചന്ദ്രൻ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പിളർന്നതിനെ കുറിച്ചാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത് എന്ന് ഏതാണ്ട് എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും ഏകോപിച്ചു പറഞ്ഞ അഭിപ്രായമാണ്. അതിനു പുറമെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകളിൽ, അഥവാ മുത്തവാത്തിറായിക്കൊണ്ട് തന്നെ വന്നിട്ടുള്ള ഹദീസുകളിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്ന ഈ അത്ഭുത സംഭവം അഥവാ ചന്ദ്രൻ പിളർന്ന സംഭവത്തെ ചരിത്രകാരന്മാരും മുഫസ്സിറുകളുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ അറിയപ്പെട്ട വസ്തുതയാണ് ചേരമാൻ പെരുമാളിന്റെ ചരിത്രത്തിൽ പോലും ഈ ഒരു കാര്യം പരാമർശിക്കപ്പെടുന്നുണ്ട് എന്നതും ചരിത്ര വിദ്യാർത്ഥികൾക്ക് പോലും അറിയുന്നൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ചരിത്രം കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള ഈ ഒരു കാര്യത്തെ അബ്ദുസ്സലാം സുല്ലമിയെ പോലെയുള്ള ചില പണ്ഡിതന്മാർ നിഷേധിക്കുന്നു എന്നുള്ളത് അറിയുമ്പോൾ ഹദീസ് നിഷേധമെന്നത് ഒരിക്കലും ഒരു ആരോപണമല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഖുർആന്റെ പരിഭാഷയായ ഖുർആന്റെ വെളിച്ചമെന്ന ആ പരിഭാഷയിൽ അദ്ദേഹം എഴുതിയത് കാണുക. അന്ത്യദിനത്തിൽ സംഭവിക്കുവാൻ പോകുന്ന സംഗതികൾ മിക്ക സൂക്തങ്ങളിലും ഭൂതകാലത്ത് കഴിഞ്ഞുപോയ ഒരു സംഭവം പോലെ എടുത്തു പറയുന്നത് കാണാം. അതുപോലെ പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന സംഗതികളും ഖണ്ഡിതമായ ഒരു സംഗതി അവതരിപ്പിക്കുന്ന സന്ദർഭത്തിലാണ് ഈ സാഹിത്യപ്രയോഗം ഖുർആൻ ഉപയോഗിക്കുക. ഈ ശൈലിയാണ് ഇവിടെയും. ഖുർആന്റെ വെളിച്ചം, എ അബ്ദുസ്സലാം സുല്ലമി. എത്രമാത്രം അപകടം പിടിച്ച വരികളാണ്. ഒരിക്കലും പ്രവാചകന്റെ സഹാബത്തിൽപ്പെട്ട ആളുകൾ ഈ കണ്ടതിനെ നിഷേധിച്ചിട്ടില്ല. ഇതൊരു പക്ഷേ നിഷേധിച്ചതുകൊണ്ട് എന്ത് സംഭവിക്കാം, എന്താണ് ഇത്ര വലിയ അപകടമുള്ളതെന്ന് ചോദിച്ചേക്കാം. അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞൊരു കാര്യത്തെ ഒരു മനുഷ്യൻ നിഷേധിക്കുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പ്രവാചകത്വത്തിന് തെളിവായിക്കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ച ഒരു മുഅ്ജിസത്തിനെ നിഷേധിക്കുന്നു,
അള്ളാഹുവിൻ്റെ ദീനിൽ തർക്കമില്ലാത്ത, പ്രവാചകന്റെ കാലം മുതൽ 14 നൂറ്റാണ്ടുകളായി തർക്കമില്ലാത്ത ഒരു സംഗതിയെ ഒരാൾ നിഷേധിക്കുന്നു എന്ന അപകടങ്ങളൊക്കെ ഈ ഒരു വസ്തുവിൽ, ഈ ഒരു കാര്യത്തിൽ മാത്രം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയകമായി വന്ന പ്രവാചകന്റെ ഹദീസുകൾ കാണാം. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ ആ പിളർത്തപ്പെട്ട ചന്ദ്രനിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇഷ്ഹദു, നിങ്ങൾ കാണുക. അങ്ങനെ ഹദീസിൽ കാണാം, രണ്ട് മലകളുടെ ഭാഗത്തായിക്കൊണ്ട് ആ ചന്ദ്രൻ മാറി നിന്നു എന്ന് ഹദീസുകൾ കാണാൻ കഴിയും. മാത്രമല്ല, ആധുനിക ശാസ്ത്രകാരന്മാർ നാസയുടെ വെബ്സൈറ്റിൽ പോയി പരിശോധിച്ചാലും ഈ ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക് കാണാൻ കഴിയും. ശാസ്ത്രീയമായി പോലും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ ഈ ഒരു കാര്യത്തെ പോലും വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഈ ഒരു കാര്യം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ഗൗരവമുള്ള കാര്യമായി നമ്മൾ മനസ്സിലാക്കണം. 6. ഖബർ ശിക്ഷയെയും നിഷേധിക്കുന്നു. ഒരു വിശ്വാസിയായ മനുഷ്യൻ അവന്റെ നമസ്കാരത്തിൽ 5 നേരമുള്ള നിർബന്ധ നമസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയാത്തിൽ അവൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവേ നീ എന്നെ കാത്തു രക്ഷിക്കണമേ. ഖബറിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം പുനരുദ്ധാരണ സമയത്തിന് മുമ്പുള്ള ബർസഖിയായ ജീവിതത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന രക്ഷയും ശിക്ഷയുമാണ്. ആ ഖബറിലെ ശിക്ഷ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള വരികൾ അബ്ദുസ്സലാം സുല്ലമി എഴുതിയത് കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ടായ കേവലം ഒരു ദർശനമാണിത്. ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസ് വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ബുഖാരി, പരിഭാഷ എ അബ്ദുസ്സലാം സുല്ലമി. ഇനിയും കാണുക, സ്വപ്നരൂപത്തിലുള്ള ഒരുതരം അനുഭൂതിയാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. അവനെ പിടിച്ചിരുന്നതായും ചോദ്യമുന്നയിക്കുന്നതായും ഒരു ഇരുമ്പ് ദണ്ഡുകൊണ്ട് അവനെ അടിക്കുന്നതായുമെല്ലാം അവന്റെ ആത്മാവിന് അനുഭവപ്പെടും. പരിശുദ്ധ ഖുർആനിന്റെ മൗലിക തത്വത്തിന്റെ അടിസ്ഥാനത്തിലും പ്രാഥമിക ബുദ്ധിയുടെ അടിസ്ഥാനത്തിലും ഈ ഹദീസിനെ പണ്ഡിതന്മാർ വിമർശനത്തിന് വിധേയമാക്കിയേക്കാം. നോക്കൂ, അള്ളാഹുവിന്റെ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസിനെ അഥവാ ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച ഹദീസിനെ വിമർശിക്കാൻ സാധ്യതയുണ്ട്. ആരാണ് വിമർശിച്ചത്? വിമർശിച്ചിട്ടില്ല. ഇദ്ദേഹം ഒരു സാധ്യത കണ്ടെത്തുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാധ്യത തന്നെ നിലവിലില്ല. കാരണം ഖുർആനിൽ തന്നെ അത്തരത്തിലുള്ള ചില സൂചനകൾ നമുക്ക് കാണാൻ കഴിയും. ഫിർഔനിന്റെ ആളുകളെപ്പറ്റി പറയുന്ന കൂട്ടത്തിൽ രാവിലെയും വൈകുന്നേരവും അവർക്ക് നരകം പ്രദർശിപ്പിക്കപ്പെടുന്നു. ഇത് ഉദുവ വഅശിയ, രാവിലെയും വൈകുന്നേരവും നരകം പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഖുർആനിൽ പരാമർശമുണ്ട്. النار يعرضون عليها غدوا وعشيا ويوم تقوم الساعة أدخلوا آل فرعون أشد العذاب. നരകം രാവിലെയും വൈകുന്നേരവും അവർ അതിനു മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. ആ അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം ഫിർഔന്റെ ആളുകളെ ഏറ്റവും കഠിനമായ ശിക്ഷയിൽ നിങ്ങൾ പ്രവേശിപ്പിക്കുക എന്ന് കൽപ്പിക്കപ്പെടും. വിശുദ്ധ ഖുർആൻ 40-ാം അധ്യായം 46-ാം വചനം. 2002 പിരിഞ്ഞുപോയ സുഹൃത്തുക്കളിൽപ്പെട്ട ചിലർ ഖബർ ശിക്ഷ കേവലം സ്വപ്ന ദർശനമാണ് എന്ന് പറയുന്നതിനെ ഖുർആൻ ഖണ്ഡിക്കുന്നുണ്ട്. കാരണം ഫിർഔനും അയാളുടെ അനുയായികൾക്കും ഖബറിൽ ചില സ്വപ്നാനുഭവങ്ങൾ നൽകപ്പെടുന്നു എന്നല്ല, മറിച്ച് നരകം പ്രദർശിപ്പിക്കപ്പെടുന്നു എന്നു തന്നെ ഖുർആൻ പറയുന്നുണ്ട്. ഫിർഔനിന്റെ ആളുകൾ, അനുയായികൾ, അവർ നരകത്തിലേക്ക് എത്തിയിട്ടില്ല. അവർ ഇപ്പോൾ ബർസഖിയായ ജീവിതത്തിലാണ്. അഥവാ മരണം കഴിഞ്ഞു, പുനരുദ്ധാരണ നടന്നിട്ടില്ല. ആ ബർസഖിയായ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന പ്രയാസത്തെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറിച്ചു കാണിക്കുകയാണ്. അപ്പോൾ ബർസഖിയായ ജീവിതത്തിൽ ഒരു മനുഷ്യന് രക്ഷയുണ്ട് എന്നത് ഖുർആനിൽ രക്ഷയും ശിക്ഷയുമുണ്ട് എന്ന് ഖുർആൻ സൂചിപ്പിക്കപ്പെട്ട വിഷയമാണ്. ആ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഖബറിലെ ശിക്ഷ ഖുർആനെതിരാണ് എന്ന് പറയാൻ കഴിയുക? യഥാർത്ഥത്തിൽ ഖബറിലെ ശിക്ഷ അഥവാ ബർസഖിയായ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമെല്ലാം ശാരീരികവും ആത്മീയവുമാണ് എന്നതാണ് ഹദീസുകളിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, യുആദു റൂഹുഹു ഇലാ ജസദിഹി, അവന്റെ ആത്മാവ് അവന്റെ ശരീരത്തിലേക്ക് തന്നെ മടങ്ങുന്നു.
അതിനുശേഷമാണ് ഖബറിൽ ചോദ്യമുണ്ടാകുന്നത്. ആരാണ് നിന്റെ റബ്ബെന്ന ചോദ്യമുണ്ടാകും. നിന്റെ ദീൻ മതത്തെക്കുറിച്ച് ചോദ്യമുണ്ടാകും. അതേപോലെ തന്നെ അവൻ്റെ ഇമാമിനെക്കുറിച്ച് ചോദ്യമുണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ചോദ്യമുണ്ടാകും. ഇങ്ങനെയെല്ലാം ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ഉത്തരം ലഭിക്കുന്നില്ല എങ്കിൽ അതിനുള്ള ശിക്ഷ അവിടുന്ന് തുടങ്ങുകയാണ്. ഇതൊരിക്കലും സഹോദരങ്ങളെ വിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾക്കെതിരോ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പ്രാഥമികമായ ബുദ്ധിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വസ്തുതയോ അല്ല. സുഹൃത്തെ, ഖബർ ശിക്ഷ സ്വപ്നാനുഭവമാണ് എന്ന വിശ്വാസം വഴി നിഷേധം സംഭവിക്കുന്നത് ഇപ്പോൾ വ്യക്തമായില്ലേ? തെറ്റുതിരുത്താനുള്ള നല്ല മനസ്സ് അള്ളാഹു നൽകട്ടെ. 7. മസീഹുദ് ദജ്ജാലിനെയും നിഷേധിക്കുന്നു. അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു വിശ്വാസിയായ മനുഷ്യൻ രക്ഷ തേടുന്ന ഏറ്റവും വലിയ ഒരു അത്യാപത്താണ് ദജ്ജാലിന്റെ ഫിത്തന. ഒമിൻ ഫിത്നത്തിൽ മഹ്യ വ മമാതി ഒമിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ. മസീഹുദ് ദജ്ജാലിന്റെ ഫിത്തനയിൽ നിന്ന് അള്ളാഹുവെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് നമസ്കാരത്തിന്റെ അവസാന ഭാഗത്ത് ഓരോ വിശ്വാസിയും അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മസീഹുദ് ദജ്ജാലിന്റെ ഫിത്തനകൾ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ഹദീസുകളിലൂടെ ആരാണ് ദജ്ജാലെന്നും ആരാണ് അൽ മസീഹുദ് ദജ്ജാലെന്നും എന്താണ് അവന്റെ പ്രത്യേകതകളെന്നും എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവൻ ഈ ദുനിയാവിൽ ചെയ്തു വെക്കുകയെന്നും എന്നുമുള്ള ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവൻ ദൈവമാണെന്ന് വാദിക്കും. വളരെ വലിയ അത്ഭുതങ്ങൾ അവൻ കാണിക്കും. ആകാശത്തോട് മഴ വർഷിക്കാൻ വേണ്ടി പറയുമ്പോൾ മഴ വർഷിക്കുന്നതുണ്ടാകും. ഭൂമിയോട് ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ അതുണ്ടാകും. അങ്ങനെ ഈ ലോകത്ത് മുഴുവനും അക്രമത്തിൻ്റെയും അനീതിയുടെയും പര്യായമായിക്കൊണ്ട് കടന്നു വരുന്ന ജൂതന്മാർ ഏറ്റവും കൂടുതൽ അനുയായികളായിക്കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ ശക്തി മസീഹുദ് ദജ്ജാൽ. ഒറ്റക്കണ്ണനായ, ഒരു കണ്ണ് നഷ്ടപ്പെട്ടു പോയ അഅവറായ വ്യക്തി. ഈ വ്യക്തിയെക്കുറിച്ച് പ്രവാചകൻ ഒരുപാട് ഹദീസുകൾ പരാമർശിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ആ ദജ്ജാലിനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് വധിച്ചു കളയുമെന്നും ഹദീസുകളിൽ കാണാം. ബാബുൽ ലുദ് എന്ന് പറയുന്ന ഇന്നത്തെ ഇസ്രായേൽ രാഷ്ട്രത്തിലെ ഒരു എയർപോർട്ടിൽ, ആ എയർപോർട്ട് നിൽക്കുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിനെ വധിച്ചു കളയുക എന്നുവരേക്കും പ്രവാചകന്റെ ഹദീസുകൾ കാണാൻ കഴിയും. ഇത്രയും വ്യക്തമായും വളരെ സുവ്യക്തമായ രീതിയിൽ മസീഹുദ് ദജ്ജാലിനെ പരിചയപ്പെടുത്തിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ചില ആളുകൾ മസീഹുദ് ദജ്ജാലിനെ അംഗീകരിക്കുന്നു എന്ന് പറയുകയും എന്നാൽ ആ അർത്ഥത്തിൽ അഥവാ യഥാർത്ഥ രൂപത്തിൽ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വസ്തുത ഇവിടെ നിലവിലുണ്ട്. മസീഹുദ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്ദുസ്സലാം സുല്ലമി ഈ മസീഹുദ് ദജ്ജാലിൽ അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണ് എന്ന് അദ്ദേഹം പറയുന്നത് നിങ്ങൾ കാണുക. ഞാൻ മസീഹുദ് ദജ്ജാലിനെ എതിർക്കുന്നില്ല. എക്കാലത്തും സത്യവും അസത്യവും കൂട്ടിക്കലർത്തി അവതരിപ്പിക്കുന്ന പണ്ഡിതന്മാർക്കും ജ്യോത്സ്യന്മാർക്കും ശക്തികൾക്കും കലകൾക്കും എല്ലാം തന്നെ പറയുന്ന പേരാണ് മസീഹുദ് ദജ്ജാൽ എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഞാൻ നമസ്കാരത്തിൽ മസീഹുദ് ദജ്ജാലിന്റെ തിന്മയിൽ നിന്നും രക്ഷ തേടാറുണ്ട്. അന്ത്യദിനത്തിലും ഹദീസിൽ പറയുന്നത് പോലെ ആ മസീഹുദ് ദജ്ജാൽ വരുന്നതിന് എനിക്ക് എതിർപ്പുമില്ല. ഇതാണ് എന്റെ വിശ്വാസം. ഇതിൽ നിന്ന് അദ്ദേഹത്തിന്റെ വിശ്വാസം വളരെ വ്യക്തമാണ്. അന്ത്യനാളിനോട് അനുബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയ ഒരു ദജ്ജാലിൽ അദ്ദേഹം വിശ്വസിക്കുന്നില്ല. നേരെമറിച്ച് സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കുഴച്ച് കാര്യങ്ങളുടെ ഒരു വശത്തെ മാത്രം കണ്ട് മറുവശത്തെ മൂടിവെക്കുന്ന എല്ലാ രീതിയിലുള്ള പണ്ഡിതന്മാർക്കും അതുപോലെ തന്നെ അക്രമകാരികൾക്കും പറയുന്ന പേരാണ് ദജ്ജാൽ എന്നതാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. ഈ ഒരു വിശ്വാസം പ്രവാചകന്റെ വിശ്വാസവുമായിക്കൊണ്ട് ഒരിക്കലും യോജിക്കുന്നില്ല. പ്രവാചകൻ പഠിപ്പിച്ച ഒരു മസീഹുദ് ദജ്ജാലുണ്ട്. ആ മസീഹുദ് ദജ്ജാലിൽ അബ്ദുസ്സലാം സുല്ലമി വിശദീകരിച്ച അദ്ദേഹം വിശ്വസിക്കുന്ന അൽ മസീഹുദ് ദജ്ജാലുമായിക്കൊണ്ട് ഒരു ബന്ധവും ഇല്ല. അദ്ദേഹം അതിന് ന്യായമായിക്കൊണ്ട് പറയുന്ന ഒരു കാര്യം കൂടി നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അത് ന്യായമല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അന്ത്യനാളിനോട് അനുബന്ധിച്ച് വരുന്ന ഒരു വലിയ ഫിത്നയായിട്ടാണ് ഇതിനെ പരിചയപ്പെടുത്തിയതെങ്കിൽ എന്തുകൊണ്ട് ആദ്യകാലം മുതൽക്കുള്ള പ്രവാചകന്മാർ അതിൽ നിന്ന് ഈ ഫിത്നിൽ രക്ഷ തേടിയെന്ന യുക്തിയുടെ ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. യഥാർത്ഥത്തിൽ
ഇതിന് പണ്ഡിതന്മാർ സുവ്യക്തമായ മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. ദജ്ജാൽ ഉണ്ട് എന്നും ആ ദജ്ജാൽ ഒരുപാട് ഫിത്നകൾ കാണിക്കുമെന്നും പ്രവാചകന്റെ മുമ്പുള്ള പ്രവാചകന്മാർ എല്ലാവരും തങ്ങളുടെ ഉമ്മത്തുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അവർക്കൊരു കാര്യം അവരെ അറിയിച്ചിരുന്നില്ല. ലോകത്തിന്റെ അവസാനത്തെ ദിനങ്ങളിലായിരിക്കും, അഥവാ ഖിയാമത്ത് നാൾ അടുപ്പിച്ച സന്ദർഭത്തിലാണ് അവന്റെ പുറപ്പാട് സംഭവിക്കുക എന്നത് മറ്റു പ്രവാചകന്മാർക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തിരുന്നില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ് അങ്ങനെ ഒരു വിവരം അയാളുടെ വിഷയത്തിൽ ലഭ്യമായത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ദജ്ജാൽ വരാൻ സാധ്യതയുണ്ട് എന്ന ഒരു വിശ്വാസത്തിലായിരുന്നു അവർ നിലകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ അനുയായികളെ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷ തേടുവാൻ വേണ്ടി അമ്പിയാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അയാളുടെ അയാൾ പുറത്തേക്ക് വരുന്ന സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നകളെ വ്യക്തമായി പരാമർശിക്കപ്പെട്ടിട്ട് പോലും അതിനെ വക്രീകരിച്ച് സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് ദജ്ജാൽ എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഈ വരികൾ കൂടി നമ്മൾ അതിനോട് ചേർത്ത് വായിക്കുക. ഞാൻ മസീഹുദ് ദജ്ജാലിനെ എതിർക്കുന്നു എന്ന് പറയുന്നവരും ചിലപ്പോൾ മസീഹുദ് ദജ്ജാലായിക്കൂടായികയില്ല. അൽഫനാർ മാസിക, ഫെബ്രുവരി 2014. നോക്കൂ, അദ്ദേഹത്തെ അബ്ദുസ്സലാം സുല്ലമിയെ പോലെയുള്ള പണ്ഡിതന്മാരെ വിമർശിക്കുന്നവരും ഒരുപക്ഷെ മസീഹുദ് ദജ്ജാലായേക്കാമെന്ന്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പണ്ഡിതന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന വ്യക്തികളെ മസീഹുദ് ദജ്ജാൽ എന്ന് വിളിക്കുന്നത് എത്രമാത്രം അപരാധമാണ്. യഥാർത്ഥത്തിൽ മസീഹുദ് ദജ്ജാൽ എന്ന ആ ശക്തിയിൽ, അള്ളാഹു ഈ ദുനിയാവിൽ പരീക്ഷണമായി നിയോഗിച്ച ആ ശക്തിയിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ അനുയായികൾക്കും വിശ്വാസമുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ രീതിയിലുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തുമായിരുന്നില്ല. സുഹൃത്തെ, ഇത് അബ്ദുസ്സലാം സുല്ലമിയെ തോൽപ്പിക്കാനല്ല, മറിച്ച് മതത്തിന്റെ ഒരു ആശയത്തിൽ തെറ്റായ നിലപാട് പുലർത്തുന്ന അദ്ദേഹത്തെയും സമാന ചിന്താഗതിക്കാരെയും തിരുത്താനാണ്. അതുവഴി നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാണ്. സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നേറാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. 2002 മുതൽ 2012 വരെ ഹദീസ് നിഷേധത്തിനെതിരായ മുന്നേറ്റങ്ങൾക്ക് നാം ചുക്കാൻ പിടിച്ചു. എന്നാൽ അന്ന് ഹദീസ് നിഷേധം വിമർശന വിധേയമാക്കിയവർ തന്നെ ഇന്ന് ഹദീസ് നിഷേധത്തിലേക്ക്. ഒരു വൈജ്ഞാനിക യാത്രയ്ക്ക് ഇവിടെ വിരാമമാവുകയാണ്. ഒരു ബാധ്യതാ നിർവഹണമാണ് ഇവിടെ നടന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരേ സ്വഫിൽ നിന്നവരും ഒന്നിച്ചു മുന്നേറിയവരുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടുള്ള ഗുണകാംക്ഷയുടെ നിർവഹണം. കാതും കണ്ണും സാക്ഷിയായ കുറെ വർഷങ്ങൾ, മനസ്സും മസ്തിഷ്കവും വിലയിരുത്തിയ കുറെ വിഷയങ്ങൾ. ഹൃദയഭിത്തികളുടെ ക്യാൻവാസിൽ താങ്കൾ കോറിയിട്ടതെന്താണെന്നറിയില്ല. ഈ കൊച്ചു സംരംഭം താങ്കൾക്ക് എന്തെങ്കിലും സന്ദേഹങ്ങൾ പകർന്നോ? സന്ദേശങ്ങൾ നൽകിയോ? എങ്കിൽ അതിൽ ഇടപെടാതെ പോകരുത്. പണ്ടെന്നോ അനുഭവിച്ച ചില കാര്യങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ടാകരുത് സത്യാന്വേഷണം. സുഹൃത്തെ, മഴയും മഞ്ഞും വെയിലും വെളിച്ചവും കാറ്റും ഇടിയും രാവും പകലും കടന്ന് ദിവസങ്ങൾ തീരും, മാസങ്ങൾ മറയും. ഒരു ദിനം സ്വപ്നങ്ങളുടെ ഘാതകൻ മരണം നമ്മുടെ അരികിലെത്തും. അന്ന് എല്ലാം അവസാനിക്കും. പിന്നെ മണ്ണറയിൽ, ശേഷം നാം നുരുമ്പിയ എല്ല്. അന്ന് വീടും നാടും സംഘടനയും ഇഷ്ടപ്പെട്ടവരും സജീവമായിരിക്കും. സുഹൃത്തെ, ഇനിയും നിരവധി കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. അതിനാൽ ഈ രംഗത്ത് ഇനിയും ധാരാളം പഠനങ്ങൾ നടക്കണം. അതിനുള്ള അവസരങ്ങളും ധാരാളമുണ്ട്. ഉപയോഗപ്പെടുത്തുക, വിജയം വരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.